അതായത് ഇൻഡിവിജ്വൽ അല്ല ആക്ച്വലി ഒരു റിലീജിയൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് റിലീജിയസ് വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ട് ഈ വാല്യൂസിനെ നമ്മൾ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഈ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ആബ്സെൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാക്യൂം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഫൈനലി ഒരു കെയോസിലേക്കല്ലേ പോകുള്ളൂ. അതായത് ഈ റാഷണാലിറ്റി വെച്ചിട്ട്, അതായത് നമ്മുടെ മോറൽ ആക്ടുകളെ റീസൺ ബേസിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നാർസിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഒരാൾ പോലും സാക്രിഫിഷ്യലായിട്ട് മോറലി ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. ആ ഗ്യാപ്പാണ് ആക്ച്വലി റിലീജിയൻ ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു യൂണിഫിക്കേഷൻ ആയിരിക്കണം റിലീജിയൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപക്ഷെ കാലാകാലങ്ങളായിട്ട് പല റിലീജിയനുകളും മനുഷ്യന്റെ നന്മയെ കരുതിയാണല്ലോ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ അടുത്ത തലമുറയിലോട്ടും പുതിയ ആൾക്കാരിലോട്ടും കൈമാറുക